ക്ലാസ്സിലെ പരീക്ഷയിൽ വിജയിച്ച കുട്ടികളിൽ അരുണിന്റെ റാങ്ക് മുകളിൽ നിന്ന് 15-മതും താഴെ നിന്ന് 30-മതുമാണ്. 7 കുട്ടികൾ പരീക്ഷ എഴുതിയില്ല. ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണം എത്ര? അപ്പോൾ ക്ലാസ്സിൽ പരീക്ഷയിൽ വിജയിച്ച കുട്ടികളുടെ റാങ്ക് ലിസ്റ്റ് ഇതാണെന്ന് കരുതുക. നമുക്ക് ഈ ഭാഗം ഇതാണ് താഴ്ഭാഗം, റാങ്ക് ലിസ്റ്റിന്റെ താഴെയുള്ള ഭാഗം ഇതാണ്. ഇത് റാങ്ക് ലിസ്റ്റിന്റെ മുകൾ ഭാഗവും ആണെന്ന് കരുതുക. ഇതിൽ അരുണിന്റെ റാങ്ക് മുകളിൽ നിന്ന് 15-മതാണ്. അരുണിനെ നമുക്ക് എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ അരുണിന്റെ സ്ഥാനം മുകളിൽ നിന്ന് 15-മതാണ്. മുകളിൽ നിന്ന് 15-മനാണ്, 15th ആണ്. താഴെ നിന്നോ 30-മതാണ്. താഴെ നിന്ന് അരുണിന്റെ സ്ഥാനം ഇവിടുന്ന് ഇങ്ങോട്ട് അരുണിന്റെ സ്ഥാനം 30-മനാണ്, 30th ആണ്. അപ്പൊ ഇതില് മുകളിൽ നിന്ന് നോക്കുമ്പോൾ അരുൺ 15-മനാണെങ്കിൽ അരുണിന്റെ തൊട്ട് മുമ്പ് എത്ര പേരുണ്ടാവും? 14 പേരുണ്ടാവും. താഴെ നിന്ന് നോക്കുമ്പോൾ അരുൺ 30-മനാണെങ്കിൽ അരുണിന്റെ തൊട്ട് താഴെ എത്ര പേരുണ്ടാവും? 29 പേരുണ്ടാവും. അപ്പൊ ഈ ക്ലാസ്സിലെ ആകെയുള്ള കുട്ടികളുടെ എണ്ണം കാണാം നമുക്ക്. ഈ ഭാഗത്ത് എത്ര പേരുണ്ട്? 29 പേരുണ്ട്. ഈ ഭാഗത്ത് എത്ര പേരുണ്ട്? 14 പേരുണ്ട്. നമ്മൾ അരുണിനെ കണക്കാക്കിയിട്ടില്ല, അരുണിനെ കൂട്ടണം. പ്ലസ് പിന്നെ ഇത് വിജയിച്ച കുട്ടികളുടെ മാത്രം ലിസ്റ്റാണ്. ഇതില് പരീക്ഷ എഴുതാത്ത കുട്ടികളുണ്ട്. 7 കുട്ടികൾ പരീക്ഷ എഴുതിയിട്ടില്ല. അപ്പൊ അവരുടെ പേര് ഇതിൽ വരുന്നില്ല. അപ്പൊ അതും കൂടി നമ്മൾ കൂട്ടിയാൽ എന്ത് കിട്ടും? ഇതാണ് ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണം. നമുക്ക് അതാണ് കാണേണ്ടത്. ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണം 29ഉം 4ഉം 33ഉം 10 43, 43ഉം 1 44ഉം 7ഉം. ആ ക്ലാസ്സിലാകെ 51 കുട്ടികളാണ് ഉള്ളത്.